സെൻട്രൽ സ്റ്റേഷനിൽ പരാതി കൊടുത്തായിരുന്നു. അന്നേരം ആ സമയത്തുള്ള സാറ് പറഞ്ഞു C8 കാർഡ് ഇത് അനുമതി ഉണ്ടെങ്കിൽ മാത്രം അവിടെ ഓടിയാൽ മതി എന്ന്. നമസ്കാരം. നമ്മുടെ നാട്ടിൽ അധ്വാനിച്ച് ജീവിക്കാൻ ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യനെ ഇറങ്ങി തിരിച്ചാൽ അതിന് അനുവാദം തരാൻ ഇവിടുത്തെ സർക്കാരിനും പോലീസിനുമൊക്കെ അതീതമായിട്ട് ചില പാർട്ടി ഓഫീസുകളും യൂണിയൻ പ്രഭുക്കന്മാരുമൊക്കെ വലിഞ്ഞുകയറി വരുന്നത് ഏത് ജനാധിപത്യത്തിന്റെ പേര് പറഞ്ഞാണ്? സ്വന്തം കൈക്കരുത്തും അധ്വാനവും മാത്രം വിശ്വസിച്ച് തെരുവിലിറങ്ങുന്ന ഒരു സാധാരണക്കാരന്റെ വയറ്റത്തടിക്കാൻ, അവരെ ഭീഷണിപ്പെടുത്തി ആട്ടി ഓടിക്കാൻ ഏത് നിയമമാണ് ഇവിടുത്തെ ട്രേഡ് യൂണിയനുകൾക്ക് അധികാരം നൽകിയിട്ടുള്ളത്? മൊത്തം കടത്തിലാണ്. ഓരോരുത്തർ കടക്കാർ ചോദിക്കുമ്പോ പറയാനില്ല, എന്ത് ചെയ്യണോന്നറിയില്ല, ഓടാൻ പറ്റുന്നില്ല. മിക്കപ്പോഴും വണ്ടി വഴിയിലാവുമ്പോ തന്നെ എന്റെ മകന്റെ കൂട്ടുകാരനാണ് വിപിൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, പുള്ളിയാണ് ഞങ്ങളെ സഹായിക്കണമെന്നും ഞങ്ങൾക്കും ജീവിക്കണ്ടേ. സെൻട്രൽ സ്റ്റേഷനിൽ പരാതി കൊടുത്തായിരുന്നു. അന്നേരം ആ സമയത്തുള്ള സാറ് പറഞ്ഞു C8 കാർഡ് ഇത് അനുമതി ഉണ്ടെങ്കിൽ മാത്രം അവിടെ ഓടിയാൽ മതി എന്ന്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് നമ്മൾ കണ്ടത് കേവലം ഒരു വാർത്തയല്ലത്, മറിച്ച് ഈ നാട്ടിലെ സകല മനുഷ്യരുടെയും മനസാക്ഷിയെ ഉലയ്ക്കുന്ന ചങ്ക് പൊട്ടുന്ന ഒരു ക്രൂരതയുടെ നേർക്കാഴ്ചയാണ്. ഉഷ ബാബു എന്ന 52-കാരിയായ ഒരു വനിതാ ഓട്ടോ ഡ്രൈവർ കണ്ണീരൊഴുക്കിക്കൊണ്ട് തനിക്കുണ്ടായ അനീതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ വാക്കുകൾ കേൾക്കുന്ന ഏതൊരു സാധാരണക്കാരൻ്റെ ഉള്ളിലും ചോര തിളയ്ക്കും. കഴിഞ്ഞ 27 വർഷമായി കൊച്ചി നഗരത്തിലെ തെരുവുകളിലൂടെ ആ കാക്കി കുപ്പായം അണിഞ്ഞ് മാന്യമായി ഓട്ടോ ഓടിച്ച് ഉപജീവനം കണ്ടെത്തുന്ന ഒരു സ്ത്രീയാണവർ. തൻ്റെ കുടുംബത്തെ പോറ്റാൻ, രോഗിയായ ഭർത്താവിന് മരുന്നും ഭക്ഷണവും എത്തിക്കാൻ ജീവിതത്തിൻ്റെ സകല പ്രതിസന്ധികളെയും അതിജീവിച്ച് അധ്വാനിക്കുന്ന ഒരമ്മ. 3 വർഷം മുമ്പ് തൻ്റെ മകൻ മരണപ്പെട്ടതിൻ്റെ ആഘാതത്തിൽ തകർന്നുപോയ ഒരു കുടുംബത്തെ സ്വന്തം ചോര നീരാക്കി അധ്വാനിച്ച് നെഞ്ചിലേറ്റിയ ഒരു പാവം സ്ത്രീ. അങ്ങനെ ഒരു അധ്വാനിയായ സ്ത്രീയെയാണ് കഴിഞ്ഞ 7-8 മാസമായി ഒരു കൂട്ടം യൂണിയൻ നേതാക്കൾ തടഞ്ഞു വെച്ചിരിക്കുന്നത്. വണ്ടി സ്റ്റാൻഡിൽ കയറ്റി കഴിഞ്ഞാൽ അടിച്ചു കുടയുമെന്നും വണ്ടി അടിച്ച് പൊളിക്കുമെന്നൊക്കെ, ജീവിക്കാൻ അനുവദിക്കില്ല എന്നുമൊക്കെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇതൊക്കെ ഏത് നാട്ടു നടപ്പാണ്? സ്വന്തമായി പെർമിറ്റുള്ള, നഗരത്തിൽ ഓടാൻ നിയമപരമായ എല്ലാ അവകാശങ്ങളുമുള്ള ഒരു വണ്ടി സ്റ്റാൻഡിൽ കയറാൻ ചെന്നു കഴിഞ്ഞാൽ അത് തടയാൻ എവിടുത്തെ CITU നേതാക്കൾക്കാണ് അവകാശമുള്ളത്? ഷഹീർ, വാസൂട്ടൻ, രാഹുൽ, അൻസിൽ തുടങ്ങിയ പ്രാദേശിക നേതാക്കളുടെ പേര് പറയുന്നുണ്ടവർ. ഒരു സ്ത്രീയുടെ ജീവനോപാധി മുടക്കുമ്പോൾ അത് തൊഴിലാളി വർഗത്തിന്റെ അവകാശ സംരക്ഷണമല്ല, മറിച്ച് സാധാ ഗുണ്ടായുസമാണെന്ന് പറയേണ്ടി വരും. ഇതൊക്കെ കണ്ടിട്ടും അറിഞ്ഞിട്ടും ഇവിടുത്തെ പോലീസ് എന്തെടുക്കുകയാണ്? പോലീസിൽ പരാതി നൽകാൻ ചെന്നപ്പോൾ CITUക്കാർ സമ്മതിച്ചാൽ മാത്രം അവിടെ വണ്ടി ഓടിച്ചാൽ മതിയെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മറുപടി നൽകിയെന്നാണ് ആ സ്ത്രീ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത്. എന്തൊരു കഷ്ടമെന്നേ. ഇതാണ് ഇവിടുത്തെ ക്രമസമാധാനം എന്ന് പറയുന്നത്. കേരളത്തിലെ റോഡുകളും സ്റ്റാൻഡുകളും സഖാക്കളുടെയോ അല്ലെങ്കിൽ യൂണിയനുകളുടെയോ കുടുംബസ്വത്താണോ, അതോ അവരുടെ തറവാട്ട് വക സ്ഥലമാണോ? നിയമവും പോലീസും ഭരണഘടനയും നോക്കുകുത്തിയാക്കി നിർത്തി ഒരു കൂട്ടം ഗുണ്ടകൾ ഭരണം നടത്തുന്ന ഒരവസ്ഥയല്ലേ ഇത്? തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ രൂപീകരിച്ച പ്രസ്ഥാനമാണ് CITU എന്ന് പറയുന്ന നേതാക്കൾ ഈ കാഴ്ച വല്ലതും കാണുന്നുണ്ടോ? ഇളമരം കരീമുണ്ട്, EP ജയരാജനുണ്ട്, KN ഗോപിനാഥനുണ്ട്. ഇവരൊക്കെ പ്രസംഗപീഠങ്ങളിൽ കയറി നിന്ന് മാനവികതയെക്കുറിച്ചും തൊഴിലാളികളുടെ സ്നേഹത്തെക്കുറിച്ചും സംരക്ഷണത്തെക്കുറിച്ചും ഒക്കെ വാചാലരാകുമ്പോൾ സ്വന്തം പാർട്ടി ചിഹ്നത്തിന്റെ മറവിൽ അവരുടെ അണികൾ ഒരു പാവപ്പെട്ട സ്ത്രീയുടെ വയറ്റത്തടിക്കുന്നത് അവർ കാണുന്നില്ല എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ കാണാനുള്ള ഒരു കഴിവ് അവർക്കില്ല. ഒരു സ്ത്രീക്ക് മാന്യമായി ജോലി ചെയ്ത് ജീവിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കുന്നതിന് പകരം അവരെ ഭീഷണിപ്പെടുത്തി, അവരെ വണ്ടി തല്ലിപ്പൊളിക്കുമെന്ന് ആക്രോശിച്ച് കണ്ണീര് കുടിപ്പിക്കുന്നതാണോ നിങ്ങളുടെ തൊഴിലാളി സ്നേഹം, തൊഴിലാളി മുന്നേറ്റം എന്ന് പറയുന്നത്? ഉഷ ബാബു എന്ന അമ്മ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ, അധ്വാനിച്ച് തിന്നാനുള്ള അവകാശം ഈ നാട്ടിലില്ലേ എന്ന്. ആ ചോദ്യത്തിന് മുന്നിൽ മറുപടി ഇല്ലാതെ തല താഴ്ത്തേണ്ടത് മലയാളക്കര മുഴുവനാണ്. മറ്റൊരു യൂണിയനിൽ ചേർന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ സ്വന്തമായി നിലപാടുകൾ എടുത്തതിൻ്റെ പേരിൽ ഒരു തൊഴിലാളിയെ ജോലി ചെയ്യാൻ അനുവദിക്കില്ല എന്ന് വാശി പിടിക്കുന്നത് എവിടുത്തെ ജനാധിപത്യമാണ്? കൊച്ചി സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരം CITUവിൻ്റെ സ്വന്തം റിപ്പബ്ലിക്കായി മാറിയിരിക്കുകയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അവരുടെ പിതാക്കന്മാരുടെ സ്വത്താക്കി ഒരുപക്ഷെ അവർ കാണുന്നുണ്ടാകും. സംസ്ഥാന സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ഓഫീസുകൾ തൊട്ടടുത്തുള്ള ജില്ലയിലാണ് ഇത് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് പ്രതിനിധീകരിക്കുന്ന പ്രമുഖ നേതാക്കൾ വാഴുന്ന അതേ എറണാകുളം ജില്ലയിലാണ് ഒരു സ്ത്രീക്ക് ജോലി ചെയ്യാൻ കഴിയാതെ കണ്ണീരൊടുക്കേണ്ടി വരുന്നത്. ഭരണാധികാരികളും രാഷ്ട്രീയ നേതാക്കളും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇങ്ങോട്ട് വന്നു നിന്നിട്ട് വലിയ തോതിൽ വലിയ വായിൽ വനിതാ ശാക്തീകരണത്തെക്കുറിച്ചും അതുപോലെ അവരുടെ തൊഴിൽ സംരക്ഷണത്തെക്കുറിച്ചും ഒക്കെ അങ്ങോട്ട് വിളമ്പി വിടാറുണ്ട്, സംസാരിക്കാറുണ്ട്. എന്നാൽ ഒരു വനിതാ ഡ്രൈവർ സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ തല്ലി ഓടിക്കാൻ യൂണിയൻ ഗുണ്ടകൾക്ക് സർവ്വ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് ഇവിടെ. ഇന്ന് ഉഷ ബാബു എന്ന വ്യക്തിക്കാണ് ഈ ദുരനുഭവം ഉണ്ടായതെങ്കിൽ നാളെ സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സാധാരണക്കാരനും ഇതേ അവസ്ഥ നേരിടേണ്ടി വരും. കടയിടാൻ ചെന്ന് കഴിഞ്ഞാൽ നോക്കുകൂലി ചോദിക്കുക, വണ്ടി ഓടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്തുക, സംരംഭം തുടങ്ങാൻ ചെന്നാൽ കൊടികുത്തിപ്പിടിക്കുക, പൂട്ടിക്കുക. ഇതൊക്കെയാണോ നാം കൊട്ടിഘോഷിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്നത്?
തൊഴിലെടുക്കാനുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശത്തെ ധ്വംസിക്കുന്ന ഇത്തരം പ്രാദേശിക പ്രഭുക്കന്മാരെ, ഗുണ്ടകളെ നിലയ്ക്ക് നിർത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ നാട് എങ്ങോട്ടാണ് പോണത്? കൊച്ചിയിലെ സ്റ്റാൻഡുകളിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്താൻ സർക്കാരും പോലീസും ഒക്കെ ഒന്ന് തയ്യാറാകണം. CITUവിൻ്റെ ഉന്നത നേതൃത്വം ഈ വിഷയത്തിൽ പരസ്യമായി ഒന്ന് പ്രതികരിക്കണം. ഈ തെമ്മാടിത്തരത്തിന് കൂട്ടുനിന്ന പ്രാദേശിക നേതാക്കൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകണം. നമ്മുടെ നാട്ടിലെ ഓരോ പെണ്ണും ഓരോ സാധാരണക്കാരനും അർഹിക്കുന്നത് അധ്വാനിച്ച് ജീവിക്കാനുള്ള അവകാശമാണ്. ഒരു യൂണിയന്റെയും അടിമക്കണ്ണികളാകാതെ ഭയമില്ലാതെ ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിന്മേൽ കൈവയ്ക്കാൻ വരുന്ന ഏതൊരു ശക്തിയെയും എതിർത്ത് തോൽപ്പിക്കേണ്ടത് ഈ സമൂഹത്തിന്റെ ആവശ്യമാണ്. ഉഷാ ബാബുവിന് നീതി കിട്ടുന്നതുവരെ, അവരുടെ വോട്ടോ തടസ്സമില്ലാതെ നിരത്തിൽ ഇറങ്ങുന്നതുവരെ ജനങ്ങൾ ഈ അനീതിക്കെതിരെ ശബ്ദമുയർത്തണം. കൊച്ചിയുടെ തെരുവുകളിൽ CITU എന്നല്ല ആരുടെ ഗുണ്ടായുസം ഇനി അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. നീതിയുക്തമായ ഭരണവും നിയമവാഴ്ചയും ഈ നാട്ടിൽ ഉറപ്പാക്കാൻ അധികാരികൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ ഇനിയെങ്കിലും സർക്കാർ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ നിങ്ങളെ അറബിക്കടലിൽ തള്ളുന്ന കാലം വിദൂരമല്ല. 10 കൊല്ലം ഇവിടെ ഭരിച്ച ഒരു ഭരണകൂടത്തെ 10ന്റെ പൈസയ്ക്ക് ഇല്ല എന്ന് കരുതി അറബിക്കടലിൽ താഴ്ത്തിയിട്ട് അധികകാലമായില്ല എന്ന് പുതിയ സർക്കാർ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. Different angles. Don't forget to subscribe and support this channel.